أسفعا بالناصية ناصية كاذبة خاطئة فليدع نادية سندع الزبانية كلا لا تطعه واسجد واقترب. അവിടെ എന്താ ചെയ്യേണ്ടത്? ആ നിർബന്ധമായിട്ടും ഉച്ചരിക്കണം. ഖാത്തഇൻ്റെ അംസയാണ്. റഅയ്ത അവിടെയും അംസ ഉച്ചരിക്കണം. പിന്നെ അല്ലദി എന്നുള്ളിടത്ത് എന്തില്ല, കൂട്ടി ഓതുമ്പോൾ ഉച്ചാരണം ഉണ്ടാവില്ല. വസിലിൻ്റെ അംസയാണ്. അപ്പോൾ എങ്ങനെ ഓതണം? റഅയ്തല്ലദി ആ ഉച്ചരിക്കണ്ട, കൂട്ടി ഓതും. ഇനി നിങ്ങൾ കൂട്ടി ഓതണില്ല എങ്കിൽ എന്ത് ചെയ്യണം? അല്ലദി ആ ഉച്ചരിക്കണം. പിന്നെ യൻഹ അവിടെ ആ നൂനിനെ എന്താ ചെയ്യേണ്ടത്? യൻ എന്നുള്ള നൂനിനെ ഇൽഹാറാണ് ചെയ്യേണ്ടത്. കാരണം ഹ എന്ന അക്ഷരം ശേഷം വരുന്ന അക്ഷരം സാക്കിനായ നൂനിൻ്റെ ശേഷം വരുന്ന അക്ഷരം ഹ ആണ്. അപ്പോൾ ഇൽഹാർ ചെയ്യണം. അപ്പോൾ എങ്ങനെ ഓതണം? അറഅയ്തല്ലദീ യൻഹ അവിടെ യൻ എന്നൊന്നും പറയാൻ പോകണ്ടെന്നർത്ഥം. യൻഹ. പിന്നെ ഹ കഴിഞ്ഞിട്ടൊരു യാ കണ്ടില്ല നിങ്ങൾ? ആ എന്തുകൊണ്ടാണ് ഹീ ഉച്ചരിക്കാത്ത? അകാരമായി ഉച്ചരിക്കണം. ആ യാഗിൻ്റെ മിഡിലാണ് ആലിഫ് ഇട്ടത്. അപ്പോൾ യൻഹ. പിന്നെ അബ്ദൻ ആ തൻവീൻ എന്ത് ചെയ്യണം? ഇൽഹാർ ചെയ്യണം. അപ്പോൾ അബ്ദൻ ഇദാ സ്വല്ല അബ്ദൻ പറയാൻ പാടില്ല. ഓക്കെ. പിന്നെ ഇദാ ഇ ഉച്ചരിക്കണം. സ്വല്ല അവിടെ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം? സ്വല്ല എത്ര നീട്ടണം? നിങ്ങളത് സാധാ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ 4 മുതൽ 2, 4, 5, 6 പോവാം. മിനിമം ഒരു 4 വരെ. അപ്പോൾ അബ്ദൻ ഇദാ സ്വല്ല. പിന്നെ എന്തിനാണ് അവിടെ ആ മദ് ഇട്ടത്? അവിടെ മദ് കണ്ടില്ലേ? അതെന്തിനാ ഇട്ടത്? ഇങ്ങനെ ഒരു സിഗ്നൽ ഉണ്ടല്ലേ നിങ്ങൾ? അതെന്തിനാ? ശേഷം ഹംസ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ കൂട്ടി ഓതാണെങ്കിൽ എങ്ങനെ ഓതണം? ഇദാ സ്വല്ല അറഅയ്ത എന്ന് ഓതാനാണ്. കൂട്ടി നീട്ടി ഓതാനാണ് കേട്ടോ. പിന്നെ അറഅയ്ത നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 6 വരെ പോവാം. 4 ആവാം, 5 ആവാം, 6 ആവാം. പിന്നെ അറഅയ്ത വീണ്ടും ഖാത്തഇൻ്റെ അംസയാണ്, നിർബന്ധമായിട്ട് ഉച്ചരിക്കണം. ഇൻകാന ആ തൻവീൻ എന്ത് ചെയ്യണം? സാക്കിനായ നൂനെ ഇൻ എന്നുള്ള സാക്കിനായ നൂൻ എന്ത് ചെയ്യണം? ഇഖ്ഫാ ചെയ്യണം. ഇൻകാന അവിടെ ഇഖ്ഫാ ചെയ്യണം. പിന്നെ അലൽ ഹുദാ അവിടെയോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അൽ ഹുദ എന്നുള്ളൊരു അലിഫിന് ഉച്ചാരണം ഉണ്ടാവില്ല. കൂട്ടി ഓതുമ്പോൾ ബസിൻ്റെ അംസയാണ്. പിന്നെ ഹുദയ എന്നാണോ ഓതേണ്ടി? അല്ല, ഹുദ ആ യാഗിന് അകാരമാക്കി ഉച്ചരിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെ 4 വരെ 5, 4, 5, 6 വരെ നീട്ടാം. പിന്നെ ഔ അവിടെയും അതന്നെ നിയമം. നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യണില്ല. കൂട്ടി ഓതാണെങ്കിൽ എന്ത് ഓതണം? അലൽ ഹുദാ ഔ എന്നാണ് ഓതേണ്ടത്. പിന്നെ ഔ അമറ രണ്ടിടത്തും ഉച്ചരിക്കണം. ആ ഉച്ചരിക്കണം, അമറ ഉച്ചരിക്കണം. പിന്നെ ബിത്തഖ്വ അവിടെ ബി കഴിഞ്ഞിട്ട് അലിഫിന് ഉച്ചാരണമില്ല, ലാമിന് ഉച്ചാരണമില്ല. ബി നീട്ടാനുള്ള ഇങ്ങനെ ഒരു അലിഫ് ഉണ്ടാവും അല്ലേ? പിന്നെ ഒരു ലാം ഉണ്ടാവും. അതൊന്നുമില്ല, നേരെ ചാട പിന്നെ ഈ താവിലേക്ക്. ബിത്തഖ്വ. പിന്നെ അവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ അടയാളം കാണാം. കാരണം അറഅയ്ത വരുന്നുണ്ട് ശേഷം. പിന്നെ ഈ അറഅയ്ത ഇൻ കദ്ദബ ആ നൂനിനെയും ഇഖ്ഫാ ചെയ്യണം. വതവല്ല. പിന്നെ അലം യഅലം അവിടെ നിർബന്ധമായിട്ടും ഉച്ചരിക്കണം, ഖാത്തഇൻ്റെ അംസ. പിന്നെ ബി ഉച്ചരിക്കണം എന്നാ. ബി അന്നല്ലാഹ ബി കഴിഞ്ഞിട്ട് നിർബന്ധമായിട്ട് ഉച്ചരിക്കണം, ഖാത്തഇൻ്റെ അംസയാണ്. നൂനിനെ ഉന്നത്തോടു കൂടി ഓതണം. ബി അന്നല്ലാഹ. പിന്നെ യറ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. കല്ല അവിടെ എത്ര നീട്ടണം? 2 കതിർ നീട്ടിയാൽ മതി. പിന്നെ
ല ഇല്ലം ആ നൂനിന് എന്ത് ചെയ്യണം? ല എന്ന് പറഞ്ഞിട്ട് നൂന് കാണാം അല്ലേ? പിന്നെ ലാമു വരുന്നതാണ്. അവിടെ എന്താ ചെയ്യേണ്ടത്? നൂനിന് ശേഷം ലാമു വന്നാൽ എന്താ ചെയ്യേണ്ടത്? അവിടെ പിന്നെ ഇദ്ഗാമുണ്ട്, പക്ഷെ എന്തില്ല? ഉന്നത്തില്ല. ല ഇന്ന് ഇദ്ഗാമ് പാടില്ല, പക്ഷെ അല്ല ഇദ്ഗാമുണ്ട്, എന്തില്ല? ഉന്നത്ത് പാടില്ല. ബില ഉന്ന, ബിഗൈരി ഉന്ന. അപ്പോൾ അതിൻ്റെത് എങ്ങനെ? ല ഇല്ലം, ല ഇല്ലം. പിന്നെ യൻതഹി, അവിടെയോ? അവിടെ ഇഖ്ഫാ ചെയ്യണം. യൻതഹി. പിന്നെ ലനസ്ഫഅം, അവിടെ എന്താ ചെയ്യേണ്ടത്? ആ തൻവീനിന് എന്ത് ചെയ്യണം? നസ്ഫഅൻ എന്നുള്ള തൻവീനില്ലേ, പിന്നെ അതിൻ്റെ ശേഷം എന്ത് വരുന്നുണ്ട്? ബ എന്ന അക്ഷരം വരുന്നുണ്ട്. അതിൻ്റെ മുകളിൽ കണ്ടില്ല നിങ്ങൾ? ചെറിയൊരു കുട്ടി മീമ്. എന്താണ്? ഈ തൻവീനിൻ്റെ നൂനിൻ്റെ ശബ്ദത്തെ എന്താക്കി മാറ്റണം? മീമിൻ്റെ ശബ്ദമാക്കണം. അതിനാണ് എന്ത് പറയാ? ഇഖ്ലാബ്. എന്താ പറയാ? ഇഖ്ലാബ്. ഇഖ്ലാബ് എന്ന് പറയുന്നത് അതാണ്. തൻവീനിൻ്റെ ശബ്ദത്തെ മീമിൻ്റെ ശബ്ദമാക്കി മാറ്റി മറിക്കുക. അപ്പം എങ്ങനെ ഓതണം? ലനസ്ഫഅം ബി, ലനസ്ഫഅം ബിന്നാസിയ, ബി. പിന്നെ ആലിഫിന് ഉച്ചാരണമല്ല, ലാമിന് ഉച്ചാരണമല്ല. പിന്നെ നാസിയ. പിന്നെ അടുത്ത് നാസിയത്തിൻ കാദിബ, അവിടെ തിന്നുള്ളത് ഇഖ്ഫാ ചെയ്യണം. പിന്നെ കാദിബത്തിന് പറയുന്നത് എന്താണ്? ഇൽഹാർ അച്ചേൻ്റെ. അപ്പം കാദിബത്തിൻ ഖാത്തിഅ. അപ്പം ആ രണ്ടും ഈ വരഞ്ഞ് നോക്കിയാൽ നിങ്ങൾ ആ രണ്ട് തൻവീൻ എങ്ങനെ വരഞ്ഞ്? ഒന്ന് നാസിയത്തിൽ നിന്നെടുത്ത് ഇങ്ങനെ അല്ലേ, മറ്റത് ഒരേ പോയിന്റ് നിന്ന്, രണ്ടും ഒപ്പം. വ്യത്യാസം കണ്ടോ അല്ലേ? നാസിയത്തിൻ തൻവീൻ ഇട്ട എങ്ങനെ? കസർ തൻവീൻ ഒന്ന് തെറ്റിച്ചുകൊണ്ടാ. മറ്റത് ഒരേ പോയിന്റ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പം ഇൽഹാർ ചെയ്യാനുള്ളടത്ത് എന്തുണ്ടാവും? ഒരേ പോയിന്റ് ഇക്കാരം. മറ്റതൊന്ന് ചെരിച്ചിട്ടിട്ടുണ്ടാവും. അപ്പം നാസിയത്തിൻ, നാസിയത്തിൻ കാദിബത്തിൻ ഖാത്തിഅ, അവിടെ കാദിബത്തിൻ എന്ന് പറഞ്ഞാൽ മതി എന്നർത്ഥം. പിന്നെ ഫല്യദ്ഉ നാദിയ, അവിടെ നാദിയഹു എന്നിട്ടിട്ടുണ്ടാവും അല്ലേ? ഹംസമ്മൽ വെക്കുമ്പോഴും ഹാത്താവുമ്പോൾ വെക്കും പോലെ തന്നെ നാദിയ. പിന്നെ സനദ്ഉ സബാനിയ, അവിടെയൊക്കെ ഹാത്താവുമ്പോൾ വെക്കണം അതേ രൂപം തന്നെ. കല്ല ലാ തുതിഉഹു, അവിടെ ത, പിന്നെ ത്വാ, പിന്നെ ഐനാണ്, പിന്നെ ഹാണ്. അപ്പോൾ തുതിഉഹു, തുതിഉഹു. വസ്ജുദ്, അവിടെ വ ഉസ്ജുദ് എന്നുണ്ടാവും, പക്ഷെ നമ്മൾ ഓതേണ്ടത് വസ്ജുദ്. അലിഫിന് ഉച്ചാരണം ഉണ്ടാവില്ല കൂട്ടി ഓതുമ്പോൾ, വസിലിൻ്റെ അംശയാണ്. അതേപോലെ തന്നെ വ ഇഖ്തരിബ് എന്നുണ്ടാവും, അവിടെ നമ്മൾ ഓതേണ്ടത് വഖ്തരിബ്, വഖ്തരിബ്. വസിലിൻ്റെ അംശയായതുകൊണ്ട് കൂട്ടി ഓതുമ്പോൾ ഉച്ചാരണം ഉണ്ടാവില്ല. വേറെ എന്തെങ്കിലും തജ്വീദ് സംശയം ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. എന്നാൽ നമ്മളത് എടുത്തതാണ്. അറായിത്തല്ലതി യൻഹ, അറായിത്ത ഇൻ കദബത്തവല്ല വരെ എടുത്തണമെന്ന് എൻ്റെ ഓർമ്മ. ഇതെല്ലാം ഒന്ന് പറയാം. അറഅയ്തല്ലദി യൻഹ എന്താ അർത്ഥം? എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആണോ. അറഅയ്ത നീ കണ്ടുവോ, നീ കണ്ടുവോ അല്ലെങ്കിൽ കണ്ടിരുന്നോ. അല്ലദി ആ ഒരുത്തനെ, യൻഹ അവൻ തടഞ്ഞു നിർത്തുന്നു. അപ്പൊ തടഞ്ഞു നിർത്തുന്ന ഒരുത്തനെ നീ കണ്ടുവോ. ആര് തടഞ്ഞു നിർത്തുന്ന? അബ്ദൻ ഒരു അടിമയെ. ഇദാ സ്വല്ല അവൻ നമസ്കരിക്കുമ്പോൾ, നമസ്കരിച്ചാൽ, രണ്ടർത്ഥമുണ്ട്, നമസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ നമസ്കരിച്ചാൽ. നമസ്കരിക്കുന്ന സമയത്ത് അടിമയെ തടഞ്ഞു നിർത്തുന്ന ആ ഒരുത്തനെ നീ കണ്ടുവോ. അറഅയ്ത നീ കണ്ടുവോ. ഇൻകാന ആ ഒരുത്തൻ ആണെങ്കിൽ, അലൽ ഹുദ സന്മാർഗത്തിലാണെങ്കിൽ, ഔ അമറ അല്ലെങ്കിൽ അവൻ കൽപ്പിച്ചിരുന്നെങ്കിൽ, ബിത്തഖ്വ ധർമ്മനിഷ്ഠ കൊണ്ട്, ഭയഭക്തി കൊണ്ട് അവൻ കൽപ്പിക്കുകയുമാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നാണ് നമ്മൾ ഇവിടെ അർത്ഥം പറയേണ്ടത്. അറഅയ്ത
നീ കണ്ടുപോ. ഇൻകദ്ദബ, അവൻ കളവാക്കുന്ന പക്ഷം, വതവല്ല, പിന്തിരിഞ്ഞു പോവുകയും ചെയ്യുന്ന പക്ഷം, അലം യഅലം, അവൻ മനസ്സിലാക്കുന്നില്ലേ, ബി അന്നല്ലാഹ യറ, തീർച്ചയായും അള്ളാഹു അവനെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാം കാണുന്നുണ്ട്. ലഇല്ലം യൻതഹി, കല്ല, ഉറപ്പായിട്ടും, ലഇല്ലം യൻതഹി, അവൻ ഇത് അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ, ലനസ്ഫഅം, നാം പിടിച്ചു വലിക്കുക തന്നെ ചെയ്യും, ബിൻ നാസിയ, അവൻ്റെ കുടുമയെ. നാസിയത്തിൻ, ഈ തരത്തിലുള്ള കുടുമ, ഒരു കുടുമ. കാദിബത്തിൻ, കളവ് പറയുന്ന. ഖാതിഅത്തിൻ, തെറ്റ് ചെയ്യുന്ന. ഫൽയദ്ഉ നാദിയ, അവൻ അവൻ്റെ സഭയെ വിളിച്ചു കൊള്ളട്ടെ. സനദ്ഉ സബാനിയ, നാം നമ്മുടെ സബാനിയാക്കളെയും മലക്കുകളെയും വിളിച്ചു കൊള്ളാം. തിരിച്ചു വരിക. എന്തിനെ സംബന്ധിച്ചാണ് അറഅയ്തല്ലദീ യൻഹ എന്ന് പറയുന്നത്? കഴിഞ്ഞ ആഴ്ച നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എന്തിനായിരുന്നു? ഓർമ്മയുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയുടെ അരികെ നമസ്കരിക്കുമ്പോൾ മുശ്രിക്കുകളായ ആളുകൾ അബൂജഹലിനോട് വന്നിട്ട് പരാതി പറയാൻ. എന്താ പറയുന്നത്? മുഹമ്മദ് കഅബയിൽ പോയി അവൻ്റെ സ്വലാത്ത് ഇങ്ങനെ നിർവഹിക്കുന്നുണ്ട്, അതുകൊണ്ട് അത് തടയണം. അല്ലെ, എന്തിനാ പിന്നെ സ്വലാത്ത് നിർവഹിക്കണത്, നമസ്കരിക്കണത്? നമ്മുടെ ബിംബങ്ങളെയൊക്കെ എടുത്തു കളയാനാണ്, അല്ലെങ്കിൽ നമ്മുടെ ബിംബങ്ങളെയൊക്കെ ആക്ഷേപിക്കാനാണ് അവൻ്റെ ആ നമസ്കാരം എന്ന് മുശ്രിക്കുകൾ, ആ മുശ്രിക്കുകളുടെ നേതാവായ അബൂജഹലിനോട് പറഞ്ഞു. അബൂജഹൽ ആരാ? മുശ്രിക്കുകൾ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ വേണ്ടി ശൂറ പിന്നെ ആവശ്യപ്പെടുകയും പിന്നെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി, കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടിയൊക്കെ പോകുന്ന ഒരു നേതാവാണ് ആര്? അബൂജഹൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ അബൂജഹലിനോട് ഈ കാര്യം എന്ന് പറഞ്ഞു. അപ്പോൾ അബൂജഹൽ പറയാണ്, ഞാനെങ്ങാനും ഇനി ആ മുഹമ്മദിനെ അവിടെ സുജൂദ് ചെയ്യണ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ കാല് കൊണ്ട് അവൻ്റെ കഴുത്തിൽ ഞാൻ ചവിട്ടുകയും അവൻ്റെ മുഖം ഞാൻ മണ്ണിൽ പൂഴ്ത്തുകയും ചെയ്യും എന്ന് ആര് പറഞ്ഞു? അബൂജഹൽ പറഞ്ഞു. അങ്ങനെ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചപ്പോൾ പിന്നെ മക്കായിലെ മുശ്രിക്കുകൾ, ഖുറൈശികളായ മുശ്രിക്കുകൾ അത് ചെന്ന് പറഞ്ഞു. അങ്ങനെ മുഹമ്മദ് നബിയെ ചവിട്ടും, മണ്ണിൽ പൂത്തും, മുഖം മണ്ണിൽ പൂത്തും എന്നൊക്കെ പറഞ്ഞതാണല്ലോ. അത് പിന്നെ നടപ്പാക്കാൻ വേണ്ടി ഇങ്ങനെ വരിക. നടപ്പാക്കാൻ വേണ്ടി വരുമ്പോൾ എന്താ സംഭവിച്ചത്? കാലങ്ങട്ട് പൊങ്ങിയില്ല. അപ്പോൾ അബൂജഹൽ എന്ത് ചെയ്യും? എടുത്ത കാല് പിന്നോട്ട് തന്നെ പിന്തിരിഞ്ഞു പോയി എന്നുള്ളത്. കാരണം അബൂജഹലിനോട് ചോദിച്ചപ്പോൾ, ഞാൻ എൻ്റെ മുന്നിൽ ഒരു വലിയ തീക്കുണ്ടാരം, ഖന്തഖമിനന്നാർ, ഒരു വലിയ തീക്കുണ്ടാരം ഞാൻ കണ്ടു, അതനുസരിച്ച് ഞാൻ പിന്നോട്ട് തിരിഞ്ഞു പോയതാണ്, വന്ന കാലിൽ അതേപോലെ തിരിഞ്ഞു പോയി എന്ന് പറയും. ഈ സംഭവത്തെ ഉദ്ദേശിച്ചു കൊണ്ടാണ് എന്ത് പറയുന്നത്? അറഅയ്തല്ലദീ യൻഹ അബ്ദൻ ഇദാ സല്ല. അപ്പോൾ ആരവിടെ തടഞ്ഞു വെക്കണത്? അവൻ. ആ അറഅയ്തല്ലദീ എന്ന് പറയുന്ന അല്ലദീ ആരാ? അബൂജഹലാണ് അല്ലേ? ആ അല്ലദീ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അബൂജഹല. അബൂജഹലിനെ കണ്ടില്ലേ? യൻഹ, ആ അബൂജഹൽ തടഞ്ഞു വെക്കുന്നു. ആരെ? അബ്ദൻ, ഒരു അടിമയെ. ആരാണ് ഈ അടിമ എന്ന് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എപ്പോഴാ തടഞ്ഞു വെക്കണത്? ഇദാ സ്വല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കുമ്പോൾ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹറമിൽ വെച്ച് നമസ്കരിക്കുമ്പോഴാണ് ആ കാല് കൊണ്ട് ചവിട്ടി മുഖം മണ്ണിൽ പൂത്താൻ വേണ്ടിയിട്ട്. അന്നത്തെ പിന്നെ നമസ്കാര സ്ഥലം എന്ന് പറയുന്നത് എന്താ? മണല. ഇന്നത്തെ പോലെയാണോ? അല്ല. അപ്പം മണല. അപ്പം അതിൽ മണലിൽ പൂത്താൻ വേണ്ടിയിട്ടാണ്, ചവിട്ടി മെതിച്ച് പിന്നെ മണലിലാക്കാൻ വേണ്ടിയിട്ടാണ് ആര് വരുന്നത്? ഈ സംഭവത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്? അറഅയ്തല്ലദീ യൻഹ അബ്ദൻ ഇദാ സല്ല എന്ന് തുടങ്ങുന്ന 14 വരെയുള്ള ആയത്തുകൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി നമുക്ക് ചിന്തിക്കാനുള്ളത്, എങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്നൊരു ചോദ്യം വരും. ഇത് അറഅയ്തല്ലദീ യൻഹ അബൂജഹലിനെ സംബന്ധിച്ചാണ് പറഞ്ഞതെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അബൂജഹലിനോട് പറഞ്ഞാൽ പോരെയിരുന്നോ? അബൂജഹലിനെ പറഞ്ഞാൽ പോരെയിരുന്നോ? പക്ഷേ അബൂജഹലിൻ്റെ പേരവിടെ പറഞ്ഞോ? ഇല്ല. അല്ലദീ എന്നേ സൂചിപ്പിച്ചിട്ടുള്ളൂ. ആ ഒരുത്തൻ,
എന്തുകൊണ്ടാണ് അബൂജഹലിൻ്റെ പേര് പരാമർശിക്കാതെ അല്ലദീ എന്നുള്ള ആ സർവനാമം കൊണ്ട് അല്ലാഹു തആല അത് സൂചിപ്പിച്ച് പറയാൻ കാരണം എന്താ? അതിലൊരു രഹസ്യമുണ്ട്. അബൂജഹലിൻ്റെ കാലം കഴിഞ്ഞാൽ ഇതേപോലുള്ള അബൂജഹൽമാർ ധാരാളം ഇസ്ലാമിനെ എതിർക്കുന്ന, തകർക്കുന്ന, അതിനുവേണ്ടി തുനിയുന്ന ഒരുപാട് ആളുകൾ ലോകത്ത് വരും. അവരൊക്കെ ഏതിൽപ്പെട്ടതാണ്? ഈ അല്ലദീയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് അല്ലാഹു തആല ആ സർവനാമം അവിടെ ഉപയോഗിക്കാൻ കാരണം. അപ്പോൾ അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ല എന്ന് പറയുന്നതിൽ എന്തുണ്ടാവും? ഖിയാമത്ത് നാൾ വരെ ഇത്തരത്തിലുള്ള ഇസ്ലാമിനെ എതിർക്കുന്ന, ഇസ്ലാമിനെ കളിയാക്കുന്ന, പുച്ഛിക്കുന്ന, അതൊക്കെ പുച്ഛമായി കാണുന്ന ആ അബൂജഹലിനെ പോലുള്ള ആളുകൾ അവരുടെ വരവ് ആവർത്തിച്ചു കൊണ്ടിരിക്കും എന്ന് ആ പദപ്രയോഗത്തിൻ്റെ ഉള്ളിലിങ്ങനെ മാന്തിയാൽ കിട്ടുന്ന ആശയമാണ്. അതുകൊണ്ട് അല്ലാഹു തആല അല്ലദീ ഉപയോഗിച്ച്. അപ്പോൾ ഒന്നുകൂടി റിവൈസ് എടുത്ത് വരിക. ഇനി അള്ളാഹുവിൻ്റെ ചോദ്യം, അറഅയ്ത, നീ കണ്ടുപോന്ന. കാണുക എന്നുള്ള എന്താ? കണ്ണുകൊണ്ട് കാണുന്നതിനല്ലേ. അപ്പം ഇതിപ്പോൾ ആരോട് അഭിസംബോധനം ചെയ്യണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി മാത്രാണോ? ലോകത്ത് ഉള്ള എല്ലാ മനുഷ്യന്മാരോടും അല്ലാഹു തആല ചോദിക്കണം, അറഅയ്ത, നീ കണ്ടോ? അപ്പം നമ്മളൊന്നും കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഒരു സംഗതി നമ്മൾ കണ്ണുകൊണ്ട് കണ്ടാൽ പിന്നെന്താ ചെയ്യുക? ഒരു സംഗതി നമ്മൾ കണ്ണുകൊണ്ട് കണ്ടാൽ എന്താ ചെയ്യുക? വേഗം തലച്ചോറിലേക്ക് വേഗം കിട്ടൂലേ? തലച്ചോറിൽ പോയിട്ട് എന്താവും? അവിടെ പ്രത്യേകം ഒരു സ്ഥലമുണ്ട്, മുഹാക്കമ എന്ന് പറയുന്ന ഒരു ഓഫീസുണ്ട് അല്ലേ? ഞങ്ങളോട് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്നാ തോന്നുന്നു. ഒരു മൂർഖൻ പാമ്പിനെ നമ്മൾ കണ്ടാൽ എന്താ ഉണ്ടാവുക? ആ മൂർഖൻ പാമ്പിനെ കാണുമ്പോൾ നമ്മൾ ആ കണ്ണുകൊണ്ടാണ് കണ്ട്. അപ്പം കണ്ടാൽ ഉടനെ തലച്ചോറിലേക്ക് ആ കണ്ണ് വിവരം കൊടുക്കും അല്ലേ? വേഗം പാസ് ചെയ്യും തലച്ചോറിലേക്ക്. ആ തലച്ചോറ് ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഒരുപാട് ഓഫീസുകളുടെ സംഗമമാണ് തലച്ചോറ് എന്ന് പറയുന്നത്. അവിടെ വെച്ച് തീരുമാനം എടുക്കും. എന്നിട്ട് എന്താ തീരുമാനം എന്നിട്ട് അറിയിക്കും. അപ്പോഴാണ് ആ മൂർഖൻ പാമ്പിനെ കൊല്ലണോ അതല്ല ആ മൂർഖൻ പാമ്പിൽ നിന്ന് പിന്തിരിഞ്ഞോടണോ എന്ന് നമ്മുടെ തലച്ചോറ് തീരുമാനിക്കും. അതനുസരിച്ച് ആ മൂർഖൻ പാമ്പിനെ നമ്മൾ കൊല്ലുകയോ പിന്തിരിഞ്ഞോടുകയോ ചെയ്യും. ഇതേപോലെ ഇത്തരത്തിലുള്ള അബൂജഹലന്മാരെ കാണുമ്പോൾ അതിനെപ്പറ്റി അല്ലാഹു തആല നമ്മോട് ചിന്തിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അവരെപ്പറ്റി ചിന്തിക്കുകയും അതിൽ നിന്ന് പാഠം പഠിക്കാനുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയോട് ഇത് ചോദിക്കുന്നത്. അപ്പം അറഅയ്ത എന്ന് അല്ലാഹു എന്നോടും നിങ്ങളോടും ചോദിക്കുമ്പോൾ നമ്മളൊക്കെ ആരും ചിന്തിക്കാൻ അവകാശപ്പെട്ടവരാണ് എന്ന് അറഅയ്ത എന്ന പദത്തിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ല എന്നാണ്. ആ അടിമ നമസ്കരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിന് അടിമ എന്ന പദപ്രയോഗമാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അല്ലേ? നിങ്ങൾ ആരെങ്കിലും ഒരു അടിമയായി ജീവിക്കാൻ നമുക്കിഷ്ടമുണ്ടാവുമോ? ഒരിക്കലും ആരും താല്പര്യപ്പെടില്ല. ഒരാളുടെ കീഴിൽ അടിമയായി ജീവിക്കാൻ മനുഷ്യൻ ഒരിക്കലും തയ്യാറാവില്ല. എങ്കിൽ മുഹമ്മദ് നബിയെയും മുൻ പ്രവാചകന്മാരെയും ഒക്കെ, ഈസാ നബിയെപ്പോലുള്ള, ഇബ്രാഹിം നബിയെപ്പോലുള്ള, ദാവൂദ് സുലൈമാൻ പോലുള്ള പ്രമാണിമാരായ രാജാക്കന്മാരായ ആ പ്രവാചകന്മാരെ അള്ളാഹു ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത് അബ്ദ് എന്ന പദപ്രയോഗമാണ്. എന്ന് പറഞ്ഞാൽ അവരൊക്കെ അള്ളാഹുവിൻ്റെ അടിമകളാണ്. അപ്പോൾ അടിമ എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ഒരു ആശയമുണ്ട്. എന്താണ്? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ അടിമയായി ജീവിക്കുക എന്നുള്ളതാണ് ഓന് ഏറ്റവും വലിയ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അതിനെക്കാട്ടിലും ഒരു സ്ഥാനവനില്ല. കാരണം എന്താ? ദുനിയാവിൽ തന്നെ ഒരാളുടെ അടിമയാണെങ്കിൽ എന്താ ഉണ്ടാവുക? ഇപ്പം നിങ്ങളെ വീട്ടിലൊരു സർവൻ്റ് ഉണ്ട് അല്ലേ? എന്താ അപ്പം ആ സർവൻറ്റിന് എന്തെങ്കിലും ചിന്തിക്കാണ്ടോ? ഇല്ല. കാരണം ഡ്രസ്സുകൾ വാങ്ങിക്കൊടുക്കും, ഓന് വീട്ടിലെ കല്യാണങ്ങൾ നടത്തി കൊടുക്കും, ഓന് പുരങ്ങൾ ഉണ്ടാക്കി കൊടുക്കും, ഓന് വേറെ പ്രശ്നം വരുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കും, ഹോസ്പിറ്റലിൽ പോകാൻ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. ഒന്നും ചിന്തിക്കാനില്ല ഉണ്ടോ? ഇതാണ് അടിമ. എല്ലാം യജമാനം ചെയ്യും. ഇതേപോലെ ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണെന്ന് പറയുമ്പോൾ എനിക്കെന്താ അവിടെ ബുദ്ധിമുട്ട്? എല്ലാം അള്ളാഹുവിലേക്ക് പരമേൽപ്പിക്കാം അല്ലേ? എൻ്റെ ഏത് പ്രശ്നങ്ങളും അള്ളാഹു തീർക്കും. എൻ്റെ മുമ്പിൽ എത്ര വലിയ ആന പോലുള്ള മുള്ളുംകെട്ടുകൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും അതൊക്കെ അള്ളാഹുവിൽ ഞാൻ പരമേൽപ്പിക്കുന്നു. ആ അള്ളാഹു അത് പരിഹരിക്കും. ആ അള്ളാഹു അതൊക്കെ തട്ടിമാറ്റാൻ കഴിവുള്ളവനാണ് എന്നൊരു വിശ്വാസം
ഒരു മനുഷ്യനെ സംബന്ധിച്ചുണ്ടാകുമ്പോൾ എന്തുണ്ടാവും? അത്ര സമാധാനമുള്ള ഒരു മനുഷ്യൻ ലോകത്ത് വേറെ ആരും ഉണ്ടാവില്ല. നമുക്ക് പേടിയെന്താ? നമുക്ക് ഭയപ്പാടെന്താ? നമുക്ക് ബേജാറുണ്ടാവണം എന്താ? ഈ തവക്കുലിലെ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നതിലുള്ള, അടിമയായി ജീവിക്കുന്നതിലുള്ള ആ തകരാറാണ്. എനിക്കും നിങ്ങൾക്കൊക്കെ ഭയണ്ടാവും അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹും ആ ഹിജ്റ പോകുന്ന സമയത്ത് എവിടെ ഒരു ഗുഹയിലിരിക്കണില്ലേ? ശത്രുക്കൾ വന്ന് കാണുന്നില്ലേ? കാണുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ത് പറയണ്ടേ? അവരെങ്ങാനും, ആ തെരഞ്ഞു വന്ന ആളുകളെങ്ങാനും ഒന്ന് ഇരുന്നു കൊണ്ട്, ഒന്ന് കുമ്പിട്ട് കൊണ്ട് നോക്കുകയാണെങ്കിൽ നമ്മെ കാണും റസൂലേ എന്ന് പറയുമ്പോൾ ആ പ്രവാചകൻ, ആ അബൂബക്കർ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കണം എന്താ? നമ്മൾ മാത്രമല്ല, നമ്മൾ രണ്ടാളല്ല ഇവിടെ ഉള്ളത്, മറിച്ച് ഇന്നല്ലാഹ മഅനാ, നമ്മോടൊപ്പം അള്ളാഹു ഉണ്ട്. അപ്പോൾ നോക്കി നിങ്ങൾ, ഏത് പ്രയാസത്തിൻ്റെയും ദുരിതത്തിൻ്റെയും ഘട്ടത്തിൽ റബ്ബിലേക്ക് അങ്ങോട്ട് ഏൽപ്പിക്കുമ്പം ഇത്ര സമാധാനം കിട്ടുന്ന ഒരു പരിപാടിയും ലോകത്തെവിടെയില്ല. ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഒരു നേതാവിനും എത്ര വലിയ പണം ഉണ്ടായാലും ഈ ഒരു സുഖം എല്ലാം റബ്ബിൽ തവക്കുൽ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു സുഖം ഉണ്ടാവില്ല. അതാണ് അബ്ദൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ പറ്റി പഠിപ്പിക്കും. അപ്പം ഞാനും നിങ്ങളൊക്കെ റബ്ബിൻ്റെ അടിമയായി ജീവിക്കണം, റബ്ബിൻ്റെ അബ്ദായി ജീവിക്കണം. അബ്ദായി ജീവിക്കണമെങ്കിൽ നമ്മുടെ എല്ലാം എ മുതൽ സെറ്റ് വരെ എല്ലാ കാര്യങ്ങളും എത്രത്തോളം എന്ന് പറഞ്ഞാൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയാൽ പോലും ആരോട് പ്രാർത്ഥിച്ചിരുന്നു? അള്ളാഹുവേ എന്ന് പറഞ്ഞുകൊണ്ട് കൈനീട്ടി പ്രാർത്ഥിച്ചിരുന്നു. ആലോചിക്കുന്നു, താപ്പൊരു ചെരുപ്പിൻ്റെ വാറ് അല്ലേ? അത് നന്നാക്കാൻ റബ്ബിൻ്റെ സഹായം വേണം എന്നർത്ഥം. അത്രയേ ഉള്ളൂ നമ്മളെ കഥ അല്ലേ? ഒരു നഖമൊന്നാട് ചീന്തിപ്പോയാൽ എത്ര ദിവസം നമ്മുടെ ജോലി സ്വീപ്പാവും. ആലോചിച്ചു, നമ്മൾ നിസാരനാണ്, ദുർബലനാണ്. അപ്പം ഈ ദൗർബല്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളത് ആ അള്ളാഹുവിനെ കണ്ടെത്താനും ആ അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിക്കാനുമാണ്. അതാണ് അബ്ദൻ ഇദാ സ്വല്ല. പിന്നെ സ്വല്ല എന്നുള്ള പദപ്രയോഗമാണ് അള്ളാഹു ഉപയോഗിച്ചത്. ഒരു മനുഷ്യൻ നമസ്കരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റവും വലിയ അടിമയാവുന്ന ഒരു രൂപമാണ് അല്ലേ? വിനയത്തിൻ്റെ മൂർത്തീഭാവമാണ് നമസ്കാരം, സുജൂദ് എന്നൊക്കെ പറയുന്നത്. അതും ആ അടിമത്തത്തിൻ്റെ അങ്ങേയറ്റത്തെ മൂർത്തീഭാവമാണ്. അതൊക്കെ ആ പദങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി പറയാം, അറഅയ്ത ഇൻ കാന അലൽ ഹുദ. അറഅയ്ത എന്നാ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നീ കണ്ടുവോ എന്നാ നീ ചിന്തിച്ചോ. ഇൻ കാന അലൽ ഹുദ, ഈ നമസ്കരിക്കുന്ന, ഈ സുജൂദ് ചെയ്യുന്ന മനുഷ്യൻ യഥാർത്ഥ ഹുദ സന്മാർഗത്തിലാണെങ്കിൽ, അറഅയ്ത എന്നപ്പോൾ അവിടെ എന്താ അർത്ഥം? എന്തായിരിക്കും ആ ചങ്ങായിൻ്റെ അവസ്ഥ എന്നാണ്. അറഅയ്ത എന്ന് പറഞ്ഞാൽ നീ ചിന്തിച്ചുവോ, നീ കണ്ടോന്ന് ചോദിച്ചാൽ നീ ചിന്തിച്ചുവോ. ഇൻകാന, ഈ സുജൂദ് ചെയ്ത മനുഷ്യൻ അഥവാ ഈ നമസ്കരിക്കുന്ന മനുഷ്യൻ ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലൽ ഹുദ, സത്യമാർഗത്തിലാണെങ്കിൽ അവൻ്റെ ആ കാലുകൊണ്ട് ചവിട്ടാൻ വന്നവൻ്റെ അവസ്ഥ എന്തായിരിക്കും ആലോചിച്ചു. അതാണ്. പിന്നെ ഔ അമറ ബിത്തഖ്വ, അല്ലെങ്കിൽ ഈ നമസ്കരിക്കുന്ന, ഈ സുജൂദ് ചെയ്യുന്ന മനുഷ്യൻ അവൻ തഖ്വ കൊണ്ട്, ആളുകൾക്കിടയിൽ തഖ്വ കൊണ്ട് കൽപ്പിക്കുന്ന മനുഷ്യനാണെങ്കിൽ ഈ ചവിട്ടാൻ വന്ന മനുഷ്യൻ്റെ അവസ്ഥ, അബൂജഹലിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നതാണ് അതിലൂടെ. അപ്പം ചിന്തിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള പദപ്രയോഗങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൊക്കെ പറയും. ഇനിയും ചോദിക്കാണ്, അറഅയ്ത, നീ കണ്ടുവോ, നീ ചിന്തിച്ചുവോ. ഇൻ കദ്ദബ വതവല്ല. ഇൻ കദ്ദബ എന്താ? അവൻ കളവാക്കുന്ന പക്ഷം. വതവല്ല, അവൻ പിന്തിരിഞ്ഞു ആരെ പറ്റിയാണ് പറയുന്നത്? അബൂജഹല് സത്യം കൊണ്ട് ഹുദയുടെ മാർഗത്തിലുള്ള പ്രവാചകൻ, ആ പ്രവാചകനെ, ആ തഖ്വ കൊണ്ട് കൽപ്പിക്കുന്ന പ്രവാചകനെ കളവാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞു തന്നിട്ടുള്ള ഈ ഹുദയെ, ഈ സത്യത്തെ കളവാക്കുകയാണെങ്കിൽ, അള്ളാഹുവിനെ കളവാക്കുന്ന പക്ഷം, വതവല്ല, പിന്തിരികയും ചെയ്യുന്ന പക്ഷം എന്തായിരിക്കും ആ മനുഷ്യന്റെ അവസ്ഥ? നമ്മളവിടെ സങ്കല്പിക്കണം അല്ലേ? അതൊരു പ്രയോഗമാണ്. അറഅയ്ത ഇൻ കദ്ദബ വതവല്ല. അയാൾ കദ്ദബ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ ശരിക്ക്? കദ്ദബ, കദ്ദബ കളവ് പറഞ്ഞു എന്നില്ലേ, എന്ത് പറഞ്ഞാൽ മതി? കദിബ എന്ന് പറഞ്ഞാൽ മതി അല്ലേ? കദിബ അല്ലെങ്കിൽ കദബ. പിന്നെ കദ്ദബ എന്ന് അറിയണ എന്താ? കദ്ദബ, ഖതഅ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? ഖതഅ,
കത്ത മുറിച്ചു. ഇനി കത്ത ഇവിടെ ശ്രദ്ധുണ്ടെങ്കിലോ, കത്ത ഒരു വസ്തു പിന്നെ കഷ്ണം കഷ്ണമായി മുറിക്കണേനാണ് എന്ത് പറയാ, കത്ത എന്ന് പറയാം. ഒരു വസ്തു കഷ്ണം കഷ്ണമായി മുറിക്കണേനാണ് എന്ത് പറയാ. ഇപ്പൊ ഈ പേന അത് മുറിച്ചു എന്നുള്ളതിന് എന്താ പറഞ്ഞാൽ മതി, കത്ത എന്ന് പറഞ്ഞാൽ മതി. കത്ത എന്ന് പറഞ്ഞാലോ മുറിച്ചു, വീണ്ടും മുറിച്ചു, വീണ്ടും മുറിച്ചു, അങ്ങനെ കഷ്ണം കഷ്ണം കഷ്ണമാക്കിയിട്ട് ഇങ്ങനെ മുറിക്കാം. അതേപോലെ ഖദിബ എന്ന് പറഞ്ഞാൽ കളവ് പറഞ്ഞു, ഖദബ എന്ന് പറഞ്ഞാലോ കളവ് പറഞ്ഞു, വീണ്ടും പറഞ്ഞു, വീണ്ടും പറഞ്ഞു, വീണ്ടും പറഞ്ഞു, അങ്ങനെ കളവ് ഇങ്ങനെ ആവർത്തിക്കണേനാണ് എന്ത് പറയാ, ഖദബ എന്ന് പറയുന്നത്. ഒരു കളവല്ല, ആ കളവ് ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുക. അപ്പോൾ അബൂജഹലിന്റെ ഒരു സ്വഭാവമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ എന്ത് പറയുന്നത്, കളവ് ആവർത്തിച്ചു കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അബൂജഹലിന്റെ ഒരു സ്വഭാവമാണ്. പിന്നെ വതവല്ല, തവല്ല എന്ന് പറഞ്ഞാൽ ആ സത്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുക എന്നുള്ളതും അയാളുടെ സ്വഭാവമാണ്, അബൂജഹലിന്റെ സ്വഭാവം. ലോകത്ത് വന്നിട്ടുള്ള എല്ലാ പിന്നെ അവിശ്വാസികളായ ഇങ്ങനെ ധിക്കാരം പ്രവർത്തിക്കുന്ന അഹങ്കാരികളായ എല്ലാ ആളുകളുടെയും സ്വഭാവമാണ് കളവ് പറയുക എന്നുള്ളത്, സത്യത്തെ കളവാക്കുക എന്നുള്ളത്. ഒരാൾ സത്യത്തെ കളവാക്കിയാൽ പിന്നെ എന്താ ഉണ്ടാവുക, ഞാനിപ്പോൾ ഒരു യാഥാർത്ഥ്യം ഇവിടെ കണ്ടാൽ ആ യാഥാർത്ഥ്യമാണെന്ന് എനിക്കറിയാം, ഞാൻ അതിനെ കളവാക്കിയാൽ പിന്നെ ഞാൻ അവിടെ വെക്കുവോ, ഞാൻ എന്താ ചെയ്യുക, അവിടുന്ന് ഇങ്ങനെ പിന്നോട്ടടിക്കും അല്ലേ. ആ സത്യത്തിൽ നിന്ന് ആ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഞാനിങ്ങനെ പിന്നോട്ടടിക്കും. അതുകൊണ്ടാണ് ഇൻകദ്ദബ വതവല്ല, അള്ളാഹു പറഞ്ഞു തന്നിട്ടുള്ള ഹക്കിനെ കളവാക്കുകയും ആ ഹക്കിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയും ചെയ്യുക. അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും നീ ചിന്തിച്ചിട്ടുണ്ടോന്ന്. എന്തിനാപ്പത് അബൂജഹലിനെ പറ്റി പറഞ്ഞ് നമ്മളോട് ഇതിങ്ങനെ ഓതാൻ പറയുന്നത്, നമ്മോട് ഇങ്ങനെ ഓതാൻ പറയുന്നത് എന്തിനാ? ഇതേ സ്വഭാവം മുസ്ലിം ആണ് എന്ന് പറഞ്ഞാലും മുസ്ലിം നാമധാരികളായ പല ആളുകളിലും ഇത്തരത്തിലുള്ള സ്വഭാവം കാണും അല്ലേ. വിശുദ്ധ ഖുർആനിന്റെ പാഠങ്ങളും പ്രവാചകന്റെ സുന്നത്തുകളും നമുക്ക് മുമ്പിലുണ്ട്. ആ മുമ്പിലുണ്ടായിട്ടും ആ സത്യത്തെ നമ്മൾ കളവാക്കുകയും ആ ഖുർആനിൽ നിന്ന് നമ്മൾ പിന്നോട്ടടിക്കുകയും പ്രവാചകന്റെ സുന്നത്തിൽ നിന്ന് ഇസ്ലാമിക പാഠങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയും ചെയ്യുക എന്നുള്ളത് ഒരു വിഭാഗം ആളുകളുടെ, വിശ്വാസം കുറഞ്ഞ ആളുകളുടെ സ്വഭാവമാണ്. ഈ ഒരു സ്വഭാവം നമ്മിലുണ്ടോ എന്ന് ചിന്തിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചോദിക്കണത്, അറഅയ്ത ഇൻ കദ്ദബ വതവല്ല എന്ന് പറയുന്നത്. ഇനി അതിനുള്ള പരിഹാരമാർഗം കൂടി അല്ലാഹു പറയാണ്, അലം യഅലം ബി അന്നല്ലാഹ യറ. അലം യഅലം എന്താ, അവൻ അറിയുന്നില്ലേ, അല്ലെങ്കിൽ അവൻ മനസ്സിലാക്കിയിട്ടില്ലേ. ബി അന്നല്ലാഹ യറ, ബി അന്ന തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ഒരു കാര്യം എന്താ, ബി അന്നല്ലാഹ യറ, അള്ളാഹു അവനെ കണ്ടുകൊണ്ടിരിക്കുന്നു, അള്ളാഹു അവനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ആരെയാണത് പറഞ്ഞത്, ആരെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കണമെന്നാ പറഞ്ഞത്? രണ്ട് ആശയമാണ്. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല അബൂജഹലിനെയും അബൂജഹലിനെ പോലുള്ള ആളുകളുടെയും അവസ്ഥ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. രണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യുന്ന ആ ദൗത്യത്തെയും അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന രണ്ടാശയം പറഞ്ഞ മുഫസ്സിറുകളെയും കാണാം. അപ്പം അലം യഅലം, അവിടെ ഒരു ചോദ്യമാണ്. അലം യഅലം, അവൻ മനസ്സിലാക്കുന്നില്ല. ആര്? രണ്ടർത്ഥമുണ്ട്. ഒന്ന്, അലം യഅലം യാ മുഹമ്മദ്, മുഹമ്മദ് നബിയെ താങ്കൾ മനസ്സിലാക്കിയില്ലേ, ബി അന്നല്ലാഹ യറ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അബൂജഹലിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് മുഹമ്മദ് നബിക്ക് അറിയില്ലേ. അതെന്താ, പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ സമാധാനമുള്ള മറ്റെന്തുണ്ടോ? ഇല്ല. രണ്ട്, അലം യഅലം എന്ന് പറയുന്നത് അബൂജഹലെ ബി അന്നല്ലാഹ യറ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് അബൂജഹൽ മനസ്സിലാക്കുന്നില്ലേ എന്ന് പറയുമ്പോൾ അബൂജഹലിനുള്ള ഒരു ഭീഷണിയുമാണ്. അപ്പൊ ഈ രണ്ടാശയം പറഞ്ഞ മുഫസ്സിറുകളെയും നമുക്ക് കാണാം. പിന്നെ പറയാം, കൊടുക്കാനോ ഇല്ല, കല്ല. കല്ല എന്ന് പറഞ്ഞാൽ എന്താ? കല്ല,
കല്ല എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം ഹക്കൻ എന്ന, ഉറപ്പായിട്ടും ഹക്കൻ. മറ്റൊരർത്ഥം സജറിനും റദഅനും ഉപയോഗിക്കണമെന്നാണ്. ഒരു സംഗതി തടഞ്ഞു വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ് ഇത് കല്ല. അപ്പം കല്ല ഉറപ്പായിട്ടും. ല ഇല്ലം യൻതഹി എന്ന് പറഞ്ഞാലോ, ല ഇല്ലം യൻതഹി, അവൻ ഇതിനെ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ. ഏത് ആരാ അവൻ എന്ന് അറിയണത്? അബൂജഹൽ. ഹി എന്ന് അറിയണത് എന്തിനാ? യൻതഹി, ഇൻതഹ യൻതഹി, അതിൽ പെട്ടത് തന്നെയാണ്, വേറെ പദമല്ല. അപ്പോൾ അബൂജഹൽ ഇതിൽ നിന്ന് വിരമിച്ചിട്ടില്ലെങ്കിൽ, എന്തിൽ നിന്ന് വിരമിച്ചിട്ടില്ലെങ്കിൽ? ഈ കളവാക്കുക, അതേപോലെ ആളുകൾ പിന്നെ പീഡിപ്പിക്കുക, ഉപദ്രവം ചെയ്യുക, ഇത്തരം കാര്യങ്ങളിൽ നിന്ന് അബൂജഹൽ വിരമിച്ചിട്ടില്ലെങ്കിൽ ലനസ്ഫഅം, നസ്ഫഅ, സഫഅ എന്ന പദത്തിൽ നിന്നാണ് അത് ഉണ്ടാകുന്നത്. എന്താ ഈ സഫഅ എന്ന് പറഞ്ഞാൽ? സഫഅ ഐനാണ്, സീന് ഫാ ഐന്, സീന് ഫാ ഐന്. സഫഅ എന്ന് പറഞ്ഞാൽ നമ്മളൊരാളുടെ ആ കുടുംബല്ലേ, അത് പിടിച്ച് ശക്തിയായി ഇങ്ങോട്ട് വലിക്കണേനാണ് എന്ത് പറയാ? സഫഅ എന്ന് പറയുന്നത്. പിന്നെ ലനസ്ഫഅൻ എന്ന് പറഞ്ഞില്ലേ അല്ലേ? ഐനിനെന്താ ഉള്ളത്? ഇങ്ങനെ ഒരു അർത്ഥത്തില്ലേ? ആ അലിഫ് അവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അൻ എന്നൊരു നൂൻ അവിടെ ഉണ്ട്. അപ്പം ലനസ്ഫഅൻ, ആ നൂൻ എന്തിനാ കൊണ്ടുവന്നത്? ലനസ്ഫഅൻ, ആ നൂന് ഉറപ്പായിട്ടും, അതാണ് ഖഫീഫാന്റെ നൂന് എന്നാണ് അതിന് അറബി പറയാം. എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും നാം പിടിച്ചു വലിക്കുക തന്നെ ചെയ്യും. ആര്? അല്ലാഹു തആല. പിന്നെ പറയാ എന്താ പിടിച്ചു വലിക്കുക? ബിൻ നാസിയ. മലയാളത്തിൽ അതിന് അർത്ഥം കൊടുത്തത് എന്താ? കുടുംബാന. പിന്നെ പറയാ നാസിയത്തിൻ, പറഞ്ഞുതരാം. നാസിയത്തിൻ ഒരു തരത്തിലുള്ള കുടുംബ, അതായത് കുടുംബ, ആ കുടുംബയുടെ സ്വഭാവം എന്താണ്? ഖാദിബത്തിൻ, കളവ് പറയുന്ന. പിന്നെ പറയുന്നത് ഖാതിഅത്തിൻ എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യുന്ന. ഇവിടെ അള്ളാഹു കുടുംബ നാസിയത്ത് പിടിച്ചു വലിക്കും എന്നാണ്. നാസിയത്ത് പിടിച്ചു വലിക്കും. എന്താ ഈ നാസിയത്ത് എന്ന് പറയുന്നത്? അതിൻ്റെ ശാസ്ത്രീയമായ വിശദീകരണം എങ്ങനെയാണ്? നമ്മുടെയൊക്കെ തലച്ചോറിൻ്റെ മുൻഭാഗത്ത് സ്ഥിതി ചെയ്യണ ഒരു ഭാഗമാണേത്? നാസിയത്ത്. അതിന് ഇംഗ്ലീഷിൽ എന്തോ ഒരു പേരുണ്ട്, ഞാൻ മറന്നുപോയി. ആ നാസിയത്ത്, ആ നാസിയത്തിൻ്റെ ഭാഗത്ത് നിന്നാണ് ഒരു കാര്യം തീരുമാനങ്ങളൊക്കെ വരുന്നത്. ഈ ഭാഗത്തു നിന്നാണ്. നമ്മുടെ തലയുടെ മുൻഭാഗത്ത് ആ ജബ്ഹത്ത് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഈ തലയോട്ടില്ലേ, ആ തലയോട്ടിൻ്റെ മുൻഭാഗത്ത് നെറ്റിയുടെ ആ ഭാഗത്തായിട്ട് ഒരു പ്രത്യേക ഭാഗമുണ്ട്. ആ തലയോട്ടിൻ്റെ ഉള്ളിലാണ് നാസിയത്ത് എന്ന പ്രത്യേക ഭാഗമുള്ളത്. ആ ഭാഗം അള്ളാഹു പിടിക്കും. ആ ഭാഗത്തിൻ്റെ പ്രത്യേകത എന്താണ്? ആ ഭാഗത്താണ് ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരുടെ തലച്ചോറിലും കളവ് പറയാൻ ഉള്ള തീരുമാനം ആ ഭാഗത്തു നിന്നാണ്ടാണ്. തെറ്റ് ചെയ്യാനുള്ള തീരുമാനവും ആ ഭാഗത്തു നിന്നാണ്ടാവും. പിന്നെ നന്മ ചെയ്യാനുള്ള തീരുമാനവും ആ ഭാഗത്തു നിന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കള്ള് കുടിക്കണോ കള്ള് കുടിക്കണ്ടേ തീരുമാനിക്കുന്നത് ഈ ഭാഗത്തു നിന്നാണ്. കള്ള് കുടിച്ച് ഞാൻ എൻ്റെ ഉമ്മയെ വെട്ടണോ വെട്ടണ്ടേ, എൻ്റെ ഉമ്മയെ അടിച്ച് കൊല്ലണോ കൊല്ലണ്ടേ തീരുമാനിക്കണം നാസിയത്തിൻ്റെ ഭാഗത്തു നിന്നാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല നാസിയത്തിനെ വിശദീകരിച്ചപ്പോൾ എന്ത് പറഞ്ഞത്? നാസിയത്തിൻ എന്ന് പറഞ്ഞ് നിർത്താതെ നാസിയത്തിൻ കാദിബത്തിൻ. അപ്പം കളവ് എവിടെ നിന്നുണ്ടാണത്? കളവ് പറയുക എന്നുള്ള മനുഷ്യൻ്റെ അത് ഉണ്ടാകുന്നത് തലച്ചോറിൻ്റെ ആ നാസിയത്ത് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നാണ്. അതുകൊണ്ടാവും കളവ് പറയുന്നത്. പിന്നെ തെറ്റ് ചെയ്യുക, തെറ്റ് അബദ്ധം വരെയല്ല, ഒരു തെറ്റ് മനഃപൂർവ്വം ചെയ്യണതിനാണ് എന്ത് പറയാ? ഖാതിഅത്ത് എന്ന് പറയാം. ഖാതിഅത്തും മുഖ്തിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഖാതിഅത്ത് എന്ന് പറഞ്ഞാൽ ഒരു തെറ്റ് മനഃപൂർവ്വം ചെയ്യണതിനാണ് എന്ത് പറയാ? ഖാതിഅത്ത് എന്ന് പറയാം. ഒരു തെറ്റ് അബദ്ധത്തിൽ വന്നാൽ അതിൻ്റെ പേരാണ് മുഖ്തി എന്ന് പറയുന്നത്. മുഖ്തി എന്നാ പറയാം. അപ്പം നമ്മൾക്ക് ചിലപ്പം അബദ്ധത്തിൽ തെറ്റ് വരും, അതല്ല, അതിന് പറയാം മുഖ്തി എന്നാ. ഇവിടെ അള്ളാഹു ഉപയോഗിച്ച എന്താ? ഖാതിഅത്ത്.
അപ്പം മനഃപൂർവ്വമായിട്ട് തെറ്റ് ചെയ്യണം എന്നെ പ്രേരിപ്പിക്കുന്നതും അതിനുള്ള തീരുമാനം എനിക്ക് കൊണ്ടുവരുന്നത് എന്തോ എൻ്റെ തലച്ചോറിൻ്റെ ആ നാസിയത്ത് എന്നുള്ള ഭാഗത്ത് നിന്നാണ്. ആലോചിച്ച് നോക്കുങ്ങൾ, ഇത് ഒരു കനേഡിയൻ സയൻറ്റിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഗവേഷണത്തിലൂടെ ഒരു വലിയ സെമിനാറിൽ അവതരിപ്പിച്ച സംഗതിയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ പല സെമിനാറുകളും ഉണ്ടാവാറുണ്ട്. അതിൽ ശാസ്ത്രീയ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ വിശദീകരിക്കും. അവിടെ ആ കനേഡിയൻ സയൻറ്റിസ്റ്റ് വിശദീകരിച്ചതാണ് വിശുദ്ധ ഖുർആനിൻ്റെ നാസിയത്തിൻ കാദിബത്തിൻ ഖാത്തിയ. ആലോചിക്കൂ. എന്നിട്ട് അയാൾ പറയാം, മുസ്ലിങ്ങളായ ആളുകൾ സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചതിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ടെന്ന്. നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ ഏതൊക്കെ ഭാഗമാണ് നിലത്ത് വെക്കണത്? ഈ നാസിയത്താണ് അല്ലേ? ഈ ഭാഗം ഇവിടെ തട്ടണമെന്നാ. മൂക്ക് മാത്രം തട്ടിയാൽ പോരാ, ഇവിടെ തട്ടണം. അവിടെയാണ് ശരിക്കും അതില്ലെന്നാ. അപ്പം ആ നാസിയത്ത് നിലത്ത് തട്ടുമ്പോൾ മനുഷ്യൻ്റെ തലച്ചോറിൽ ഇങ്ങനെ ഈ എന്ത് നടക്കണ്ടേ? ഈ കറണ്ടിൻ്റെ പ്രവാഹമല്ലേ അല്ലേ? അതേപോലുള്ള പ്രവാഹങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതിൽ അഴുക്കുള്ളതുണ്ടാവും, വേണ്ടാത്തതുണ്ടാവും, വേണ്ടിയതുണ്ടാവും. എന്ന് പറഞ്ഞാൽ അറബിയിൽ ഷാഹിനാത്തുൻ സലിബ, ഷാഹിനാത്തുൻ മൂജബ എന്ന് പറയും. നെഗറ്റീവായ കുറേ സാധനമുണ്ട്, അത് പോവും വേണം. പോസിറ്റീവായ ഒരു കാര്യം കയറും വേണം. നെഗറ്റീവായ കാര്യം എന്ന് പറയുന്നത് അതിൽ ഒഴിവാക്കേണ്ടത് നമ്മളിങ്ങനെ സുജൂദ് ചെയ്യുമ്പോൾ, അയാൾ വിശദീകരിക്കുക, എൻ്റെ വകയല്ല, ആ സുജൂദ് ചെയ്യുമ്പോൾ നമ്മുടെ ആ തലച്ചോറിൻ്റെ ഭാഗത്തുള്ള ആ കറണ്ട് ഇതിലൂടെ ഇങ്ങനെ നെഗറ്റീവായൊരു കുറേ കാര്യങ്ങൾ ഭൂമിയിലേക്ക് പോകുന്ന, പോസിറ്റീവായ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യും നമ്മുടെ എങ്ങനെയാണ് ആ പോസിറ്റീവായ കാര്യം? നമ്മുടെ ഈ ഭാഗത്ത് ചെറിയ ചെറിയ സുഷിരങ്ങളും ചെറിയ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത രോമങ്ങളും ആ തലച്ചോറിൻ്റെ ഉള്ളിലുണ്ട്. നിങ്ങൾ ഒരു ഒഴുക്ക് വെള്ളം, ആ ഒഴുക്ക് വെള്ളം ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ചെറിയ ചെറിയ ചണ്ടി കണ്ടില്ല നിങ്ങൾ ഇങ്ങനെ ആടണ അല്ലേ? നിങ്ങളൊരു തോടിലോ ഒരു കനാലിലൊക്കെ പോയി നോക്കി, ചെറിയ പുല്ല് കണ്ടാവും, അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ വെള്ളം പോകുമ്പോൾ എന്താ അതിങ്ങനെ ആടിക്കളിക്കും അല്ലേ? ആടിക്കളിക്കും. അപ്പം അവിടെ ആ വെള്ളത്തിലൊരു കറണ്ട് പോലുള്ള ഒരു തരംഗം ഇങ്ങനെ ഉണ്ടാവുന്നതാണ്. ആ വെള്ളം ഇങ്ങനെ പോകണുണ്ടെങ്കിൽ നിങ്ങൾ അല്ലേ, ഒരു തരംഗം ഉണ്ടാവും. ഇതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സുജൂദ് ചെയ്യുമ്പോൾ നമ്മുടെ രക്തം ആ ചെറിയ ചെറിയ രോമങ്ങളെപ്പോലുള്ള ആ സുഷിരങ്ങളിലേക്ക് അതിലിങ്ങനെ എത്തുമ്പം അവിടെ ഇങ്ങനെ ഒരു തരംഗം ഉണ്ടാകുന്ന, ആ തരംഗത്തിലൂടെ നമ്മുടെ തലച്ചോറിൻ്റെ വേണ്ടാത്ത ഭാഗം ഭൂമിയിലേക്ക് പോകുകയും നമുക്ക് ആവശ്യമായ ഭാഗം അഥവാ മനുഷ്യൻ്റെ ഏത് ഭാഗത്തും രക്തത്തണ്ടേ? ഈ നഖത്തിൻ്റെ എല്ലായിടത്തും രക്തത്തണം. രക്തത്തില്ലെങ്കിൽ അവിടെ കട്ട പിടിക്കും, ജാമിതാവും അല്ലേ? അതുകൊണ്ടാണല്ലോ കാലിന് രക്തമില്ലാത്തതാണല്ലോ ഷുഗർ രോഗികളൊക്കെ കാല് മുറിക്കാനൊക്കെ പറഞ്ഞിട്ടില്ല. എന്താ പ്രശ്നം? വേദന അറിയുന്നൊന്നുമില്ല. അതുകൊണ്ട് അത് മുറിച്ച് കളയണം. മുറിച്ച് കളഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? വീണ്ടും അത് കയറും. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ ശരീരത്തിൽ സംവിധാനിച്ച് വെച്ചിട്ടുള്ള ഓരോ സ്ഥലത്തും അതിൻ്റെ ഭക്ഷണമായ, അറബി പറയാം റിസാ എന്ന, അതിൻ്റെ പോഷകാഹാരമായ ആ രക്തം തലച്ചോറിൻ്റെ ഓരോ സുഷിരത്തിലേക്കും എത്തണം. അപ്പം ആ ഹൃദയത്തിൽ നിന്ന് തലച്ചോറിലേക്ക് അതിൻ്റെ സുഷിരത്തിൽ രക്തം എത്തണമെങ്കിൽ അവൻ സുജൂദ് ചെയ്യുന്ന അവസ്ഥയിലാണ് ഏറ്റവും കൂടുതൽ എത്തുക എന്നുള്ളത്. അപ്പോൾ ഇസ്ലാമിൻ്റെ സുജൂദ് എന്ന ആ അവസ്ഥയെ സംബന്ധിച്ച് ആ സയൻറ്റിസ്റ്റ് വിവരിക്കണം. അങ്ങനെ എത്ര ഭാഗ്യവാന്മാരാണ് മുസ്ലിങ്ങൾ. ഇങ്ങനെ സുജൂദ് ചെയ്യണ ലോകത്തൊരു മനുഷ്യനും കാണാൻ പറ്റില്ല. ഈ സുജൂദ് ചെയ്യുന്നവർക്കാണ് തലച്ചോറിൻ്റെ എല്ലാ ഭാഗത്തും. നമ്മൾ എങ്ങനെ കടന്നിട്ടും കാര്യമില്ല, എങ്ങനെ കളിച്ചിട്ടും കാര്യമില്ല, നിങ്ങൾ എങ്ങനെ ഫുട്ബോൾ കളിച്ചിട്ടും കാര്യമില്ല. ഈ സുജൂദിലായിരിക്കുമ്പോഴാണ് നാസിയത്തിൻ്റെ ആ പ്രധാന ഭാഗത്തേക്കൊക്കെ രക്തം എത്തുന്നത്. അതുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം, അക്സിറു സുജൂദ, നിങ്ങൾ സുജൂദ് വർദ്ധിപ്പിക്കണം. അപ്പം ആ സുജൂദ് നമ്മളത് വർദ്ധിപ്പിക്കണ ഈ രക്തം ഇവിടെ എത്തുന്നതുകൊണ്ടല്ല. ഞാൻ നിങ്ങൾക്കത് പറഞ്ഞ എന്തിനാ, നമ്മുടെ ഇതിങ്ങനെയൊക്കെ ഒരു വശങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ മൂർച്ച അല്ലേ? ഒരു കത്തിക്ക് മൂർച്ച ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? അത് പ്രവർത്തിച്ച് ഉപയോഗിക്കുമ്പോഴാണ് അതിന് മൂർച്ച ഉണ്ടാവുക അല്ലേ? നമുക്കിങ്ങനെ ഒരു നമുക്കൊരു ബുദ്ധിയൊക്കെ ഇങ്ങനെ തന്ന് ആ ബുദ്ധിയായിട്ട് ഞാനൊരു മുസ്ലിമാണെന്ന് പറഞ്ഞ് ഇങ്ങനെ നടന്ന്, അതുകൊണ്ട് നമ്മളെ ബുദ്ധിക്ക് മൂർച്ച ഉണ്ടാവില്ല. ആ ബുദ്ധിക്ക് മൂർച്ച ഉണ്ടാവണമെങ്കിൽ വേണം അത് ഉപയോഗിക്കണം.
ആ ഉപയോഗിക്കണം അല്ലേ? ലോകത്തുള്ള എല്ലാ സംഗതികളും നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴാണ് നമുക്ക് അള്ളാഹു ചെയ്തു തന്ന ഈ ആരാധനാ കർമ്മങ്ങളാവട്ടെ, അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്ന ആരാധനാ കർമ്മങ്ങളിലൊക്കെ ഒരുപാട് രഹസ്യങ്ങളുണ്ട്, ഒരുപാട് ഹിക്മത്തുകളുണ്ട്. ആ ഹിക്മത്തുകളും രഹസ്യങ്ങളും മനസ്സിലാക്കുമ്പോഴാണ് സൃഷ്ടാവായ അള്ളാഹുവിന് ഞാൻ സുജൂദ് ചെയ്യുമ്പോൾ നമ്മളറിയാതെ കണ്ണുനീരാട് ഒഴുകും, നമ്മളറിയാതെ ഒഴുകും. അത്ര ഭക്തി നമുക്കുണ്ടാവും. ഞാൻ വെറുതെ സുജൂദ് ചെയ്തരല്ല പഠിച്ചവനെ അല്ലേ? അള്ള പറഞ്ഞതാണ് എന്നോട് സുജൂദ് ചെയ്യാൻ, അള്ള പറഞ്ഞതാണ് എന്നോട് റുക്കൂ ചെയ്യാൻ, അള്ള പറഞ്ഞതാണ് എന്നോട് നിസ്കരിക്കാൻ. അതിലൊക്കെ നമ്മളറിയാത്ത ഇനി കാലാന്തരത്തിലൂടെ കണ്ടുപിടിക്കുന്ന ഒരുപാട് രഹസ്യങ്ങളുണ്ടാവും. ആലോചിച്ച് നോക്ക് നിങ്ങൾ. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വെച്ചിട്ട് ഈ മനുഷ്യൻ്റെ കുടുംബം പിടിക്കും. നമ്മൾ മലയാളത്തിൽ അറിയാൻ വേണ്ടിയിട്ട് പറയാണ് എന്ത് കുടുംബ. അള്ളാഹ്ക്ക് പിന്നെ ഓരോരുത്തരെയും കുടുംബം ഇങ്ങനെ പിടിച്ചേരിക്കണോ? ആണോ? ഒന്നും ആവശ്യമില്ല. ഈ നാസ്യത്തിൻ്റെ ഭാഗം പിടിച്ചാൽ അവിടെ ഉണ്ടാവും എല്ലാ തെളിവുകളും. മണിയറ കളവനാവാൻ തീരുമാനിച്ചത്, ബാപ്പനെയും ഉമ്മനെയും MDMA കഴിച്ചുകൊണ്ട് കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചത്. ആലോചിച്ച് നോക്കുങ്ങൾ. നമ്മുടെ നാട്ടിൽ ഒരു വാപ്പ ചെറിയ കുട്ടീനെ ബാക്കിൽ ഇങ്ങനെ മുണ്ടോട് കെട്ടിയിട്ട് ബൈക്കിൻ്റെ എന്താ പറയുക, സ്കൂട്ടിയല്ലേ, സ്കൂട്ടിൻ്റെ ബാക്കിൽ ഇങ്ങനെ കൊണ്ടുപോവാ. അപ്പം ഈ കുട്ടിൻ്റെ അടുത്താണ് MDMA പൊതിയും. ആ കെട്ടിയ ആ കുട്ടിൻ്റെ പോക്കറ്റിലാണ് എന്തില്ല, ആരും പോലീസുകാർ ചെക്ക് ചെയ്യില്ല. അപ്പം അവൻ ചെറിയ കുട്ടി, 4-5 വയസ്സായ കുട്ടിയല്ലേ അല്ലേ? ആ സംഭവം വായിച്ചു നിങ്ങൾ? കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടീനെ ആരും ഒരിക്കൽ ഇതിങ്ങനെ ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ പോലീസുകാർക്ക് സംശയം ഉണ്ടായി. പരിശോധിച്ച് നോക്കിയപ്പോൾ കുട്ടിയിലാണ് എന്ത് വില പിടിച്ച MDMA കൊണ്ടുപോയി ആൾ വിൽക്കണം. വാപ്പ അല്ലേ? ആ വാപ്പ ഈ MDMA വിളിക്കുന്നത് വലിയ മകൻ കാണുകയാണ്. ബാപ്പ അത് പിന്നെ കാണുന്ന മക്കൾ എന്ത് ചെയ്തു, ഇതെടുത്തൊരിക്കൽ സേവിച്ചു നോക്കി. ഏതാനും ദിവസം കഴിഞ്ഞപ്പം അതേ മകൻ്റെ കൈ കൊണ്ട് പ്രിയപ്പെട്ട ഉമ്മയെ അടിച്ചു കൊല്ലുന്നു അല്ലേ? പ്രിയപ്പെട്ട വാപ്പയെ കുത്തിക്കൊല്ലണം. ആലോചിച്ച് നോക്കൂ. ഇതാണ് MDMA. അപ്പം നോക്കിയെങ്കിൽ എവിടുന്നാ ഈ തീരുമാനം വരുന്നത്? നാസിയത്തിൻ കാദിബത്തിൻ ഖാത്തിയ. പിതാവാണ് MDMA വിൽക്കാനും അതിനുവേണ്ടി പ്രേരണ നൽകുന്നതും അതിനുവേണ്ടി കുട്ടിയെ പിന്നാലെ കൊണ്ടുപോകുന്നതും. അപ്പം നമ്മൾ ചെയ്യണ ഒരു തെറ്റ്, ഒരു കദിബ്, ഒരു ഖത, ഒരു തെറ്റ്, അത് സമൂഹത്തെ, നമുക്ക് മാത്രമല്ല സമൂഹത്തെ ഒന്നടങ്കം നശിക്കും. അപ്പം അല്ലാഹു തആല വെറുതെ പറഞ്ഞതല്ല എന്ത്, ലനസ്ഫഅൻ, നാം പിടിച്ച് വലിക്കുക തന്നെ ചെയ്യും. ആരെ? ഭിന്നാസിയ, ഇത്തരത്തിലുള്ള കുടുമയുള്ള ആ ഭാഗത്ത് നാം പിടിച്ചു വെക്കും. എന്നിട്ടോ നാസിയത്തിൻ കാദിബത്തിൻ ഖാത്തിയ, ആ ഭാഗത്ത് നിന്നാണ് മനുഷ്യനെ തെറ്റ് ചെയ്യാനും തിന്മ ചെയ്യാനും കളവ് പറയാനും ആ കളവിലേക്ക് നയിക്കുന്ന എല്ലാ വാക്കുകളും അവനെ പ്രേരിപ്പിക്കണം. ആ ഭാഗത്ത് ആ ഭാഗം നമ്മളായിട്ട് പിടിക്കുന്ന. കമ്പ്യൂട്ടറിൻ്റെ എന്താ നിങ്ങൾ പറയലേന്? ഹാർട്ട് ഭാഗത്തിന് നിങ്ങൾ എന്താ പറയല്? എന്ത്? ആ ഭാഗം അതേപോലെയാണ്. മനുഷ്യന്റെ കേന്ദ്രമാണ് ഇത് നാസിയത്ത് എന്ന് പറഞ്ഞത്, തലച്ചോറ് എന്ന് പറയും. ആ തലച്ചോറിന്റെ പ്രധാന ഭാഗമാണിത് നാസിയത്ത് എന്ന് പറയും. അപ്പോൾ അത് മതി, നമുക്ക് അടുത്ത ക്ലാസ്സിലാക്കാം അല്ലേ? ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.